In Shakespeare's Julius Caesar, in Rome a forum, Brutus says, be patient till the last. Romans, countrymen and lovers, hear me. Excuse me, sir. Yes. May I come in? Yes, come in. For my cause, be silent, and you may hear. Believe me, in my honor and respect Oh, to thanks. mine honor, and you may believe. Stand up. Yes, yourself. Stand up. You stand up. അങ്ങോട്ട് മാറിയിരിക്കേ. സർ, ഇത് ജനറൽ ക്ലാസ് അല്ലേ? അവിടെ എങ്ങും സ്ഥലമില്ലേ ഇരിക്കാൻ? അവിടെ പോയി ഇരിക്കാനല്ലേ പറഞ്ഞത്? എന്റെ ക്ലാസ്സിൽ മിക്സ്ഡ് ആയി ഇരിക്കാൻ പറ്റില്ല. സർ, ഇവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ. എന്താ, തനിക്ക് ഗേൾസിന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ? മാറിയിരിക്കണോ? സർ, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? സ്റ്റോപ്പ് ഇറ്റ്. എന്നെ അനുസരിക്കാത്ത സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിൽ വേണ്ട. ഗെറ്റ് ഔട്ട്. ക്ലിയർ ഔട്ട്. ജസ്റ്റ് ക്ലിയർ ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. ഫ്രണ്ട്സ്, ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇനി ക്ലാസ്സിൽ നിന്നല്ല ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇതിനൊരു തീരുമാനമുണ്ടായിട്ടേ ഞാൻ ഇനി ക്ലാസ് കയറും. അല്ലേലും അവനൊരു എല്ലു കൂടുതലാ. സാർ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. വിട്ട് കള മാഷേ, ഇത് നമ്മുടെ കുട്ടികളല്ലേ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ബെഞ്ചിലൊന്നും ഇരുന്ന് വിചാരിച്ചിട്ട് അതിന് സാറത്തിന് ചൂടാവുന്നത്. ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമില്ല. ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ. ക്ലാസ്മേറ്റ്സ്. അതൊന്നും നമ്മുടെ കോളേജിൽ പതിവില്ലാത്തതല്ലേ. അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ അവരത് മിസ്യൂസ് ചെയ്യും. ഈ ന്യൂജൻ പിള്ളേർ അത്ര ശരിയൊന്നും അല്ല സാറേ. താനൊക്കെ യൗവനത്തിലെ വാർദ്ധക്യം ബാധിച്ചവനായി പോയല്ലോ എന്റെ ശശാങ്ക ഭാഷേ. ഞാനൊരു കാര്യം പറയാം. കുട്ടികളെ ഒരു മതില് കെട്ടി വേർതിരിച്ചാൽ അവരത് ചാടിക്കടക്കും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമ്മുടെയൊക്കെ വീടുകളില് സഹോദരി സഹോദരന്മാര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറില്ലേ? ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ലേ? ആ ലാഘവത്തോടുകൂടി എടുത്താ മതി ഇതിനെയും. ജയമാഷ് കുട്ടികളുടെ ചുമലിൽ കൈയിട്ട് നടക്കും. വേണ്ടി വന്നാൽ ഒരുമിച്ച് കള്ളും കുടിക്കും. പക്ഷെ ഞങ്ങളാരും അങ്ങനെയല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയായിട്ടല്ല. ഇതൊരു കോളേജായി പോയി. ജയമാഷിന്റെ അഭിപ്രായത്തോടാ ഞാൻ യോജിക്കുന്നത്. ഇത്തരം ചെറിയ വിഷയങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. കാര്യങ്ങള് സമചിത്തതയോടെ കാണാനുള്ള കഴിവ് നമ്മുടെ അധ്യാപകർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവര് കുട്ടികളെക്കാട്ടിലും ചെറുതായാലും എങ്ങനെയാ? മാഷ് പ്രതികരിക്കണം. അതെ, ഞാൻ പറയാനുള്ളത് പറയും. നിങ്ങൾ കൂടെ നിൽക്കൂ. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി ഈ PTA മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. പാർലമെന്റ് കൂടുന്ന സമയമായിട്ട് പോലും ഈ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നമ്മുടെ MP-യും ഈ കോളേജിന്റെ MD-യുമായ ശ്രീ ജോസഫ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ നടന്നത്. കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ അപ്പോൾ തന്നെ പുറത്താക്കേണ്ടതാണ്. മീഡിയ മണത്തെറിഞ്ഞ് സെൻസേഷൻ ആക്കിയാൽ അത് കോളേജിന് ചീത്തപ്പേരാകുമെന്ന് കരുതിയാണ് പ്രിൻസിപ്പൾ അത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ദുർനടപ്പുകൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല. ആയതിനാൽ നിഖിലിനെ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം.
എനിക്ക് തീരുമാനത്തോട് യോജിപ്പില്ല. ബാക്കി എല്ലാവരും കൈയടിച്ച് അംഗീകരിച്ച സ്ഥിതിക്ക് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ആ, ജയമാഷ് അവിടെ ഇരിക്കേ. എന്നോടൊപ്പം ആര് നിന്നാലും ശരി, നിന്നില്ലെങ്കിലും ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങൾ ഈ കാണിക്കുന്നത് തികച്ചും അനീതിയാണ്. ഇതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. ഈ കോളേജിൽ ഇന്നു മുതൽ പുതിയ നിയമാവലികൾ നിലവിൽ വരികയാണ്. അത് പ്രിൻസിപ്പൽ വായിക്കും. വൈകിട്ട് നിർദ്ദേശം 1. ഗേൾസിനും ബോയ്സിനും ഇന്നു മുതൽ പ്രത്യേകം കോർണറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നിർദ്ദേശം 2. കോളേജിന്റെ കോറിഡോർ, ലൈബ്രറി, ലബോറട്ടറി, ക്ലാസ് റൂം എന്നിവ CCTV നിരീക്ഷണത്തിലായിരിക്കും. നിർദ്ദേശം 5. വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻസ് നിരോധിച്ചിരിക്കുന്നു. നിർദ്ദേശം 6. നമ്മുടെ മാനേജ്മെന്റ് ഭരിക്കുന്ന ഈ കോളേജിൽ മേലിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവരുത്. ഞാൻ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്കുള്ളൂ. കാര്യങ്ങൾ അപ്പോ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ സർ. ആ നിഖിലിനെ കുറിച്ചുള്ള എല്ലാ വേറെ ബോർഡ്സും ഞാൻ അന്വേഷിച്ചു. അവൻ നമ്മുടെ വിരുദ്ധനാ. ഇതിനു മുമ്പ് പഠിച്ച IIT-യിലും ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ അടുത്ത ചെയർമാൻ അവനായിരിക്കും. അവനെ ഈ ക്യാമ്പസിൽ വളരാൻ അനുവദിക്കരുത്. ഓക്കെ? എടോ, ഞാൻ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. ആ കോളേജ് ക്ലാസ് എടുക്കാൻ പോകുന്നതിനും ഭേദം വേറെ വല്ല പണിക്കും പോകുന്ന കുറെ സദാചാര പോലീസുകാരും അവരുടെ മണ്ടൻ ന്യായങ്ങളും. അതിനൊന്നും കൂട്ടുക എനിക്ക് വയ്യ. നീ എന്തൊന്നും പറയാത്തത്? എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതെ, നമുക്ക് നാട്ടിൽ പോയി വല്ല കൃഷിയും ചെയ്ത് ജീവിച്ചാലോ എന്ന് ആലോചിക്കുക. അതാവുമ്പോ നമുക്ക് ആരെ അടിമയാവും വേണ്ട, മനസ്സിന് നല്ല സുഖം കിട്ടും. നാട്ടിലെ കൃഷിക്കാരിപ്പൊ കുറവാ. ഓ, ഈ കൃഷിപ്പണി എന്നൊക്കെ പറയുന്നതേ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല. അത് ശരിയാ. നമ്മുടെ ദിനേശന്റെ കൈവശൊരു 4 മുറി കടൊഴിഞ്ഞെടുപ്പുണ്ട്. അവിടെ ഒരു ബിസിനസ് തുടങ്ങിയാലോ? അപ്പോ എനിക്കൊരു ജോലിയായി. എനിക്ക് ഈ വീട്ടിലെ ജോലി തന്നെ ധാരാളാ. ഓ മാഷേ, നിങ്ങൾ നല്ലൊരു മാഷ. ആ ഒരു പണിയല്ലാതെ വേറൊരു പണി നിങ്ങൾക്ക് ശരിയാവില്ല. അത് നീയാണ് തീരുമാനിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ആ കോളേജിലേക്ക് പോകുന്ന പ്രശ്നമില്ല. ഇതെന്റെ ധാർമ്മികതയുടെ പ്രശ്ന. മാഷേ, അമ്മേ, അമ്മേ ചായ എടുക്ക്. നീ എന്താ വിളിക്കാതിരുന്നത്? ജോലി രാജിവെക്കാൻ പോവല്ലേ, അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ട് പോയാലും മതിയല്ലോ. രാജിവെക്കാനോ? ഞാനോ? അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞതോ? ഞാനങ്ങനെ പറഞ്ഞു. വാക്കല്ലേ മാറ്റാൻ പറ്റൂ, തല മാറ്റി വെക്കാൻ പറ്റൂ. അതെ, എനിക്ക് എന്റെ സ്റ്റുഡൻസാ വലുത്. ഒരു അധ്യാപകന് മാനേജ്മെന്റിനോടല്ല വിദ്യാർത്ഥികളോടാ കമ്മിറ്റ്മെന്റ് വേണ്ടത്. അപ്പോ ധാർമ്മികതയോ? ഇന്നലെ പറഞ്ഞത് ധാർമ്മികതയുടെ കാര്യം. ഇതെന്റെ മനസാക്ഷിയുടെ പ്രശ്നം. മനസ്സിലായോ? ഓ അങ്ങനെ. നീ പെട്ടെന്ന് ടിഫിൻ എടുത്ത് വെക്ക്, എനിക്ക് പോകാൻ സമയമായി. നമ്മളെല്ലാവരും കൂടി കുത്തിയിരുന്ന് എഴുതി വെച്ച പോസ്റ്ററാ ഒരൊറ്റ രാത്രി കൊണ്ട് ഇവന്മാരെ കീറി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്തവന്മാരുടെ ഉദ്ദേശം നിഖിലിനെ എന്നേക്കുമായിട്ട് ഈ കോളേജിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ലിംഗവിവേചനം അവസാനിപ്പിക്കുക. മാനേജ്മെന്റിന്റെ തീരുമാനം പുനഃപരിശോധിക്കുക. നിഖിലിന്റെ സസ്പെൻഷൻ പിൻവലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. പോസ്റ്റർ നശിപ്പിച്ചവർക്കെതിരെ ആക്ഷൻ എടുക്കുക.
ശിവമാരൊക്കെ കൂടി കീറി സാറേ. ഡിസിപ്ലിൻ. ഇനി മുതൽ ഇവിടെ ആരും ആരുടെയും പോസ്റ്റർ കീറുന്നതല്ല. ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടിരിക്കും. പോരെ? പോ. പരിഹാരം ഉണ്ടാക്കിയാൽ മതി. സാറേ, ഇനി പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ.